അങ്ങൊരു നല്ല ഭരണാധികാരിയാണ്, MP ആണ്, രാഷ്ട്രീയ പരിചയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു സംഘടനാ സംവിധാനം ഏറ്റെടുക്കാനും പറ്റുമെന്ന് ഇപ്പോഴും ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ? അല്ല, എൻ്റെ ലൈഫിൽ മുഴുവൻ എപ്പോഴും ഞാനൊരു ഓൺട്രപ്രണർ ആവുമ്പോഴും ഒരു ചിപ്പ് ഡിസൈനർ ആവുമ്പോഴും പോളിറ്റിക്സിൽ ഇറങ്ങിയപ്പോഴും ചാലഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്തത്. അങ്ങനെ ഒരു ഈസി ആയിട്ടൊരു റൈഡ് ഇതുവരെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. അത് അങ്ങനെ എനിക്കൊരു ചാലഞ്ചായിട്ട് ഞാൻ കാണുന്നില്ല. ശരിയാണ്, ഇത് എനിക്ക് അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ എത്രയോ ലീഡേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. അതിൽ എനിക്കില്ല. എൻ്റെ ഒരു ട്രജക്ടറി ഒരു വേറെ ട്രജക്ടറിയാണ് പോളിറ്റിക്സിൽ വരുന്നത്. ബട്ട് അതിൽ നോക്കുമ്പോൾ ജയശങ്കർജീൻ്റെ ഒരു ട്രജക്ടറി വേറെ, നിർമ്മല സീതാരാമൻജിൻ്റെ ട്രജക്ടറി വേറെ. എന്നിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ രാഷ്ട്രീയം ഒരു ചേഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയം, ഒരു യൂത്തിനെ ഇൻവോൾവ് ചെയ്യുന്ന രാഷ്ട്രീയം നോക്കുമ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൽസ് ആവശ്യമുണ്ട് രാഷ്ട്രീയത്തിലും പോളിറ്റിക്സിലും എന്നാണ് അദ്ദേഹം എപ്പോഴും ഞങ്ങളോടെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ആ ബേസിസിലായിരിക്കാം എന്നെ ഈ റെസ്പോൺസിബിലിറ്റി, ഈ ചുമതല തന്നിരിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം സംഘടനാ പരിചയം വളരെ ഒരുപാട് താഴേന്ന് പ്രവർത്തിച്ച് വളർന്ന ആളുകളാണ് പൊതുവെ പ്രസിഡന്റായി വരുന്നത്. അവർക്ക് വലിയ പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു പരിചയമില്ലല്ലോ സംഘടനാ സംവിധാനങ്ങളെ, സംഘടനാ നേതാക്കന്മാരെ, ദൂരെ നേതാക്കളുണ്ട്, ഇവരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നൊരു വലിയ ടാസ്ക് അല്ലേ? അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഇത് രണ്ട് ഇഷ്യൂ ഉണ്ട്. ഒന്ന്, BJPന്റെ സംഘടനാ സ്ട്രക്ചറിന്റെ കൂടെ ഞാൻ എത്ര പണി ചെയ്തിട്ടുണ്ട്. പുതുച്ചേരി ഇലക്ഷൻ ആണോ, UP ഇലക്ഷൻ ആണോ, കർണാടക ഇലക്ഷൻ ആണോ, ഇപ്പോൾ കഴിഞ്ഞ ഡൽഹി ഇലക്ഷനിൽ ഞാൻ 5000 പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊരു പുതിയൊരു കോൺസെപ്റ്റ് അല്ല. ഇത് ശരിയാണ്. കേരളൻ്റെ കോണ്ടെക്സ്റ്റിൽ കേരള ഓർഗനൈസേഷൻ ഞാൻ നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ബാക്കി കേരളയിൽ BJPന്റെ ഓർഗനൈസേഷൻ ഞാൻ ചില സ്ഥലത്തെല്ലാം ഞാൻ നന്നായിട്ട് അറിയും, ചില സ്ഥലത്ത് ഞാൻ പോയിട്ട് തന്നെ ഇല്ല. അത് ഞാൻ പോവും, മനസ്സിലാക്കും, പഠിക്കും. ബട്ട് ഓർഗനൈസേഷൻ ആസ് ഒരു കോൺസെപ്റ്റ് സബ്ജക്റ്റ് ആവുന്നത് അതിൽ ഞാനൊരു പുതിയ സ്റ്റുഡൻ്റ് ഒന്നും അല്ല. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ശരി. അപ്പോൾ ആ ഒരു അടിത്തറയുണ്ട്. ആ ഒരു അപ്പുറത്തേക്ക് സംഘടനാ സംവിധാനത്തിന്റെ അടിത്തറയുണ്ട്. അത് ബട്ട് ആ ഒരു കേരള കോണ്ടെക്സ്റ്റിൽ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി പഠിക്കും.